ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി US സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി US സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ 5 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് യുൻ സുക് സോള്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ 5 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ മുൻ പ്രസിഡന്റ് യുൻ സുക് സോള്. രാജ്യത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ ചൈന പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആർ യു ഡെഡ്. രാജ്യത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ ചൈന പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആർ യു ഡെഡ്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത് TV ചന്ദ്രൻ. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത് TV ചന്ദ്രൻ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി രാകേഷ് അഗർവാൾ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി രാകേഷ് അഗർവാൾ. 2026 പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശൻ. 2026 പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശൻ. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാഡ് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപ്. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാഡ് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപിന്. അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാഡ് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപിന്. ഡച്ച് കോളനിവാഴ്ചക്കാലത്ത് നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ഡച്ച് കോളനിവാഴ്ചക്കാലത്ത് നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി. പൂർണ്ണമായും കടലാസ് രഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയായി കൽപ്പറ്റ കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് പേപ്പർലെസ് ഡിജിറ്റൽ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് പേപ്പർലെസ് ഡിജിറ്റൽ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. തെളിവുകൾ രേഖപ്പെടുത്തൽ, ഇടക്കാല ഉത്തരവുകൾ, അന്തിമ വിധിന്യായം, വിചാരണപൂർവ്വ ഘട്ടങ്ങൾ എന്നിവയെല്ലാം ഇനി ഡിജിറ്റൽ രൂപത്തിലാവുമെന്നതാണ് കോടതിയുടെ പ്രത്യേകത. ഹൈക്കോടതിയുടെ IT വിഭാഗം നേരിട്ടാണ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചത്. അപ്പോൾ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി, പൂർണ്ണമായും കടലാസ് രഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയായി കൽപ്പറ്റ കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് പേപ്പർലെസ് ഡിജിറ്റൽ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. തെളിവുകൾ രേഖപ്പെടുത്തൽ, ഇടക്കാല ഉത്തരവുകൾ, അന്തിമ വിധിന്യായം, വിചാരണപൂർവ്വ ഘട്ടങ്ങൾ എന്നിവയെല്ലാം ഇനി ഡിജിറ്റൽ രൂപത്തിലാവുമെന്നാണ് കോടതിയുടെ പ്രത്യേകത. ഹൈക്കോടതിയുടെ IT വിഭാഗം നേരിട്ടാണ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചത്. കേരളത്തിന് അമൃത ഭാരത് ട്രെയിനുകൾ. പുത്തൻ തലമുറ ട്രെയിനുകൾ എന്ന് വിശേഷണമുള്ള അമൃത് ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ സർവീസ് ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. നാഗർകോവിൽ മംഗളൂരു, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചർലപ്പള്ളി, തിരുവനന്തപുരം ഹൈദരാബാദ് എന്നിങ്ങനെയാണ് കേരളത്തിൽ സർവീസുകൾ
നടത്തുന്ന ട്രെയിനുകളുടെ റൂട്ടുകൾ. അപ്പോൾ കേരളത്തിന് അമൃത ഭാരത് ട്രെയിനുകൾ, പുത്തൻ തലമുറ ട്രെയിനുകൾ എന്ന വിശേഷണമുള്ള അമൃത ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ സർവീസുകൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. വിട പറഞ്ഞു പോയവരാരൊക്കെയാണ്? മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ലാൻഡിങ്ങിനിടെയാണ് വിമാനം തകർന്നത്. പൈലറ്റുമാർ ഉൾപ്പെടെ അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്ന 4 പേരും കൊല്ലപ്പെട്ടു. 5 തവണ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി, 5 തവണ സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി, 1 തവണ ലോക്സഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. അപ്പം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വാലന്റീനോ ഗറവാനി. ലോക ഫാഷൻ രംഗത്ത് തരംഗം സൃഷ്ടിച്ച വാലന്റീനോ ഗറവാനി അന്തരിച്ചു. ഇറ്റാലിയൻ ഫാഷൻ്റെ സുവർണ കാലഘട്ടങ്ങളിൽ ലോകം ആദരിച്ച ഡിസൈനർമാരിൽ ഒരാളാണ്. ഗറവാനി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ വാലന്റീനോ റെഡ് എന്ന പേരിലാണ് ഫാഷൻ ലോകത്ത് അറിയപ്പെടുന്നത്. US മുൻ പ്രഥമ വനിത ജാക്വലിൻ കെന്നഡി, മുൻ എലിസബത്ത് ട്രെയ്ലർ ഉൾപ്പെടെയുള്ള വിഖ്യാത നടിമാർ എന്നിവരെല്ലാം ഗറവാനിയുടെ മോഡലുകളായിരുന്നു. ലോക ഫാഷൻ രംഗത്ത് തരംഗം സൃഷ്ടിച്ച വാലന്റീനോ ഗറവാനി അന്തരിച്ചു. ആരവല്ലി മലനിരകളുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ നിർവചനം അംഗീകരിച്ച സ്വന്തം വിധി സുപ്രീം കോടതി പിന്നീട് മരവിപ്പിച്ചു. എന്തായിരുന്നു ആ നിർവചനം? തറനിരപ്പിൽ ലോക്കൽ റിലീഫിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകൾ മാത്രമേ ആരവല്ലി മലനിരകളിലെ കുന്നുകളായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ 37 ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന 700 കിലോമീറ്ററോളം നീളത്തിലുള്ള വനമേഖലയാണ് അരാവലി. ഇതിൽ 560 കിലോമീറ്ററും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ ഇന്ത്യക്കും വടക്കു പടിഞ്ഞാറ് ഇന്ത്യക്കും പാരിസ്ഥിതികമായ സംരക്ഷണ കവചം തീർക്കുന്ന ആരാവല്ലിയെ ശോഷിപ്പിക്കുന്നതാണ് നിർവചനം എന്ന ആശങ്കയെ തുടർന്ന് സുപ്രീം കോടതി പിന്നീടത് മരവിപ്പിച്ചു. അരാവല്ലി മലനിരകളുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ നിർവചനം അംഗീകരിച്ച സ്വന്തം വിധി സുപ്രീം കോടതി പിന്നീട് മരവിപ്പിച്ചു. എന്തായിരുന്നു ആ നിർവചനം? തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകൾ മാത്രമേ അരാവല്ലി മലനിരകളിലെ കുന്നുകളായി പരിഗണിക്കപ്പെടുകയുള്ളൂ. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടുത്തിടെ നാവികസേനയുടെ ഏത് അന്തർവാഹിനിയിലാണ് സഞ്ചരിച്ചത്? INS വഗുഷീർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ക്ലാസ് അന്തർവാഹിനിയാണിത്. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന 2ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2006 APJ അബ്ദുൽ കലാമാണ് ഈ നേട്ടം നേരത്തെ കൈവരിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടുത്തിടെ നാവികസേനയുടെ ഏത് അന്തർവാഹിനിയിലാണ് സഞ്ചരിച്ചത്? INS വഗുഷീർ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കം എക്സ്പ്രസ് വേ ടണൽ ടിയാൻഷൻ ഷെൻഗിൽ ടണൽ. ചൈനയിലെ സിയാൻജിങ് പ്രവിശ്യയിലുള്ള ഈ പാതയ്ക്ക് 22.13 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കം എക്സ്പ്രസ് വേ ടണലാണ് ടിയാൻഷൻ ഷെൻഗിൽ ടണൽ. അത് ചൈനയിലാണ്, ചൈനയിലെ സിയാൻജിങ് പ്രവിശ്യയിൽ. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംഗീത ബറുവ പിഷാരോട്ടി. ദി വയറിൻ്റെ നാഷണൽ അഫയേഴ്സ് എഡിറ്ററാണ് അസം സ്വദേശിയായ സംഗീത. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംഗീത ബറുവ പിഷാരോട്ടി. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി സുപ്രിയ സാഹു. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി സുപ്രിയ സാഹു. UNED വർഷം തോറും നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ഇത്തവണ 5 പേർക്കാണ് ലഭിച്ചത്. തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥയാണ് സുപ്രിയ. $2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി സുപ്രിയ സാഹു.
രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? വാരണാസി, UP. രവിദാസ് ഘട്ടിനും നമോ ഘട്ടിനും ഇടയിലാണ് സർവീസ് നടത്തുന്നത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? വാരണാസിയിൽ. ഡിസംബർ 23 അന്തരിച്ച ജ്ഞാനപീഠ ജേതാവ് കൂടിയായ ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം കഴിഞ്ഞ നവംബർ 21 അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഡിസംബർ 23 അന്തരിച്ച ജ്ഞാനപീഠ ജേതാവ് കൂടിയായ ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം കഴിഞ്ഞ നവംബർ 21 അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അപ്പോൾ 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? വിനോദ് കുമാർ ശുക്ല. കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായ ദിയ ബിനു പുളിക്കണ്ടം വാർത്താ പ്രാധാന്യം നേടാൻ കാരണം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ 21 വർഷവും 11 മാസവുമാണ് സ്ഥാനമേറ്റെടുക്കുമ്പോൾ ദിയയുടെ UDFിലുള്ള ആളാണ് ദിയയുടെ പ്രായം കേട്ടോ. അപ്പം കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായ ദിയ ബിനു പുളിക്കക്കണ്ടം വാർത്താ പ്രാധാന്യം നേടാൻ കാരണം എന്താണ്? രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ്. ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ് ക്യാമ്പസ്, കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ് ക്യാമ്പസ്, കോട്ടയം. കവിയും ഭാഷാ പണ്ഡിതനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഏത് മലയാളിയുടെ 150ാം ജന്മവാർഷികമായിരുന്നു 2025 ഡിസംബർ 25? IC ചാക്കോയുടെ. 1875 ഡിസംബർ 25 കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ ജനിച്ചു. തിരുവിതാംകൂറിലെ പാഴായിപ്പോകുന്ന ധാതുക്കൾ ഉപയോഗപ്രദമാക്കുന്നതിനുള്ള പദ്ധതികൾ സമർപ്പിച്ചു. പാണിനി മഹർഷി രചിച്ച വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയുടെ മലയാള വ്യാഖ്യാനമായ പാണിനീയ പ്രദ്യോതം പ്രധാന സംഭാവനയാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ചുവട് പിടിച്ച് രചിച്ച സംസ്കൃത സ്തോത്രമാണ് ക്രിസ്തു സഹസ്രനാമം. അവശ സമുദായങ്ങളുടെ അവകാശം സംരക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്ന നിവർത്തനം എന്ന പദത്തിൻ്റെ സൃഷ്ടാവ് കൂടിയാണ്. ഇതിൽ നിന്നാണ് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് ലഭിച്ചത്. 1966 മെയ് 27 അന്തരിച്ചു. കവിയും ഭാഷാ പണ്ഡിതനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഏതു മലയാളിയുടെ 150ാം ജന്മവാർഷികമായിരുന്നു 2025 ഡിസംബർ 25? IC ചാക്കോയുടെ. 1875 ഡിസംബർ 25 കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ ജനിച്ചു. തിരുവിതാംകൂറിലെ പാഴായി പോകുന്ന ധാതുക്കൾ ഉപയോഗപ്രദമാക്കുന്നതിനുള്ള പദ്ധതികൾ സമർപ്പിച്ചു. പാണിനി മഹർഷി രചിച്ച വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയുടെ മലയാള വ്യാഖ്യാനമായ പാണിനീയ പ്രദ്യോതം പ്രധാന സംഭാവനയാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ചുവട് പിടിച്ച് രചിച്ച സംസ്കൃത സ്തോത്രമാണ് ക്രിസ്തു സഹസ്രനാമം. അവശ സമുദായങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഉപയോഗിച്ച് വരുന്ന നിവർത്തനം എന്ന പദത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? IC ചാക്കോയാണ്. ഇതിൽ നിന്നാണ് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് ലഭിച്ചത്. 1966 മെയ് 27 അന്തരിച്ചു. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് 2025 ഡിസംബർ 26 100ാം പിറന്നാൾ ആഘോഷിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. 1925 ഡിസംബർ 6 കാൺപൂർ സമ്മേളനത്തിലാണ് പാർട്ടി രൂപം കൊണ്ടത്. SV ഘട്ടായിരുന്നു ആദ്യ ജനറൽ സെക്രട്ടറി. 1964 നവംബർ 7 CPI പിളർന്ന് CPI-M രൂപവൽകൃതമായി. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് 2025 ഡിസംബർ 26 100ാം പിറന്നാൾ ആഘോഷിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. 1925 ഡിസംബർ 26 കാൺപൂർ സമ്മേളനത്തിലാണ് പാർട്ടി രൂപം കൊണ്ടത്. SV ഘട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി. 1964 നവംബർ 7 CPI പിളർന്ന് CPI-M രൂപവൽകൃതമായി. എത്രാമത് ശിവഗിരി മഹാതീർത്ഥാടനമാണ് 2025 ഡിസംബർ 30 ആരംഭിച്ച് 2026 ജാനുവരി 1 അവസാനിച്ചത്? 93ാമത്. എത്രാമത് ശിവഗിരി മഹാതീർത്ഥാടനമാണ് 2025 ഡിസംബർ 30 ആരംഭിച്ച് 2026 ജാനുവരി 1 അവസാനിച്ചത്? 93ാമത്. ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വനിത ഈയിടെ അന്തരിച്ചു. പേര് ബ്രിജിറ്റ് ബർത്തോദ്. ഫ്രഞ്ച് BB എന്ന്
വിളിച്ചിരുന്ന ബ്രിജിറ്റിനെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചത്. അപ്പം ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വനിത ഈയിടെ അന്തരിച്ചു. പേര് ബ്രിജിത്ത് ബർദോദ്. ഹൊസെ ആന്റോണിയോ കാസ്റ്റ് ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ്? ചിലിയുടെ. ഹൊസെ ആന്റോണിയോ കാസ്റ്റ് ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ്? ചിലിയുടെ. ദേശീയ സ്കൂൾ അത്ലറ്റിക്സിൻ്റെ മൂന്ന് വിഭാഗങ്ങളിലും ചാമ്പ്യന്മാരായത് കേരളം. ദേശീയ സ്കൂൾ അത്ലറ്റിക്സിൻ്റെ 3 വിഭാഗങ്ങളിലും ചാമ്പ്യന്മാരായത് കേരളം. VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. ഓർത്തു വെച്ചോണം, VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. അപ്പം VSനകത്ത് ആ V വെച്ചിട്ട് പത്മവിഭൂഷൺ ആണെന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതിയേ. VSൻ്റെ വിയും പത്മവിഭൂഷൻ്റെ വിയും വെച്ചിട്ട് ഓർക്കുക. VSന് കിട്ടിയിരിക്കുന്നത് പത്മവിഭൂഷണാണ്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച പത്മ ബഹുമതികളിൽ മലയാളികൾക്ക് നേട്ടം. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദന് മരണാനന്തരം ആയിട്ടെന്താണ് പത്മവിഭൂഷൺ ലഭിച്ചു കേട്ടോ. ജസ്റ്റിസ് KT തോമസ്, ജന്മഭൂമി പത്രത്തിൻ്റെ മുൻ പത്രാധിപർ P നാരായണൻ എന്നിവർക്ക് രാജ്യത്തെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. വയലിൻ വാദക N രാജം, നടൻ ധർമ്മേന്ദ്ര മരണാനന്തരം എന്നിവരാണ് പത്മവിഭൂഷൺ ലഭിച്ച മറ്റുള്ളവർ. നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ പത്മഭൂഷൺ പുരസ്കാരം നേടി. അപ്പോൾ പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. മോഹിനിയാട്ടം കലാകാരി വിമല മേനോൻ, ആലപ്പുഴ സ്വദേശിനി G ദേവകി അമ്മ, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ AE മുത്തുനായകം എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച പത്മ ബഹുമതികളിൽ മലയാളികൾക്ക് നേട്ടം. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദൻ മരണാനന്തരം ജസ്റ്റിസ് KT തോമസ്, ജന്മഭൂമി പത്രത്തിൻ്റെ മുൻ പത്രാധിപർ P നാരായണൻ എന്നിവർക്ക് രാജ്യത്തെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. വയലിൻ വാദക N രാജൻ, നടൻ ധർമ്മേന്ദ്ര മരണാനന്തരം എന്നിവരാണ് പത്മവിഭൂഷൺ ലഭിച്ച മറ്റുള്ളവർ. നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ പത്മഭൂഷൺ പുരസ്കാരം നേടി. മോഹിനിയാട്ടം കലാകാരി വിമല മേനോൻ, ആലപ്പുഴ സ്വദേശിനി G ദേവകി അമ്മ, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ AE മുത്തുനായകം എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശം. സ്ത്രീകൾക്ക് ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന നിർണായക വിധിയുമായി സുപ്രീം കോടതി. പെൺകുട്ടികൾക്ക് പഠന കാലയളവിൽ സ്കൂളുകളിൽ സൗജന്യമായി സാനിറ്ററി പാഡുകൾ നൽകണമെന്നും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കാമെന്നും സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നു. അപ്പം ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശം. സ്ത്രീകൾക്ക് ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന നിർണായക വിധിയുമായി സുപ്രീം കോടതി. പെൺകുട്ടികൾക്ക് പഠന കാലയളവിൽ സ്കൂളുകളിൽ സൗജന്യമായി സാനിറ്ററി പാഡുകൾ നൽകണമെന്നും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കാമെന്നും സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നു. നാഗൗരി അശ്വഗന്ധയ്ക്ക് ഭൗമസൂചിക പദവി. നാഗൗരി അശ്വഗന്ധയ്ക്ക് ഭൗമസൂചിക പദവി. രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അശ്വഗന്ധിയായ നാഗൗരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചു. നാഗൗർ പ്രദേശത്തെ വരണ്ട കാലാവസ്ഥയും മണ്ണുമാണ് അശ്വഗന്ധയ്ക്ക് സവിശേഷമായ ഗുണം നൽകുന്നത്. ഇതിൻ്റെ വേരുകൾക്ക് പ്രത്യേക സുഗന്ധമുണ്ട്. ഔഷധ സസ്യമാണ് അശ്വഗന്ധ. നാഗൗരി ഇനത്തിൽ ഔഷധമൂല്യമുള്ള ഘടകമായ വിത്തനലോലൈഡ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നാഗൗരി അശ്വഗന്ധയ്ക്ക് ഭൗമസൂചിക പദവി. രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അശ്വഗന്ധ ഇനമായ നാഗൗരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചു.
ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രാബല്യത്തിൽ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായി പങ്കെടുത്ത യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലോ വോൺ ഡർ ലെയ്ൻ ഈ കരാറിനെ വ്യാപാര കരാറുകളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രാബല്യത്തിൽ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായി പങ്കെടുത്ത യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലോ വോൺ ഡർ ലെയ്ൻ ഈ കരാറിനെ വ്യാപാര കരാറുകളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണിത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, ഇവിടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ്? നിലവിൽ ഉർസുല വോൺ ഡർ ലെയ്ൻ ആണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, ഉർസുല വോൺ ഡർ ലെയ്ൻ. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ ലോകത്തെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കയുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് പുതിയ തീരുമാനം. യുഎന്നിൻ്റെ പ്രധാന കാലാവസ്ഥാ ഉടമ്പടികളും അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ യൂണിയൻ മുതലായ പാരിസ്ഥിതിക സംഘടനകളും UN പോപ്പുലേഷൻ ഫണ്ടും ഇതിൽ ഉൾപ്പെടും. ഇന്ത്യയും ഫ്രാൻസും നയിക്കുന്ന അന്താരാഷ്ട്ര സോളാർ സഖ്യത്തിൽ നിന്നും US പിന്മാറിയിട്ടുണ്ട്. ഈ ഏജൻസികൾക്കെല്ലാം ഫണ്ട് നൽകുന്ന പ്രധാന രാജ്യം അമേരിക്കയാണെന്നിരിക്കെ പിന്മാറ്റം ഇവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്ക പിന്മാറി. ലോകത്തിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റിൻ്റെ പ്രവർത്തനം ചൈനയിൽ ആരംഭിച്ചു. ഹരിത ഊർജ്ജത്തിലേക്കുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് പ്ലാന്റിൻ്റെ പ്രവർത്തനത്തെ കണക്കാക്കുന്നത്. ചൈനയിലെ മധ്യ ജിയാങ്സുവിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാന്റിന് മണിക്കൂറിൽ 2400 മെഗാവാട്ട് സംഭരണ ശേഷിയും 600 മെഗാവാട്ട് വൈദ്യുതോൽപാദന ശേഷിയുമുണ്ട്. ഉൽപാദനത്തിന് ശേഷം അധികമായി വരുന്ന വൈദ്യുതി ഉപയോഗിച്ച് വായു കംപ്രസ് ചെയ്യുകയും തുടർന്ന് വായുവിനെ ഭൂഗർഭ അറകളിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഈ വായുവിനെ പിന്നീട് അവശ്യഘട്ടങ്ങളിൽ പുറത്തുവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കലാണ് പ്ലാന്റിൽ ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത്? ചൈനയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC ജനറൽ PSC മാത്സിന് വേണ്ടിയിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. അതായത് മാർച്ച് 1 മുതൽ മെയ് 31 വരെയാണ് കോഴ്സ്. ജനറൽ PSC മാത്സ് ആണ്. അതിൽ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ മാത്സ് ഉൾപ്പെടുത്തി ഒരു ജനറൽ PSC മാത്സിൻ്റെ ഒരു ക്ലാസ്സാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫീസ് 500 രൂപയാണ്. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ഏകദേശം ഒരു 50 പേരെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റും. പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും മാത്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. അത് കൂടാതെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ടൊക്കെ കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകളൊക്കെ ഉള്ള വേറെ അല്ലാത്ത ഏജ് പ്രോബ്ലത്തിൻ്റെയൊക്കെ വേറെ സെപ്പറേറ്റഡ് ക്ലാസ്സുകളും ഉണ്ട്, ടോപ്പിക് വൈസ് ആയിട്ടുള്ളത്. അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രം ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ഒരു 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.